ഇയ്യോബ് അധ്യായം 18. അതിന് ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം മൊഴികൾക്ക് കുടുക്കുവയ്ക്കും? ബുദ്ധി വയ്പിൻ, പിന്നെ നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരായി തോന്നുന്നതും എന്ത്? കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരണമോ? പാറ അതിൻ്റെ സ്ഥലം വിട്ട് മാറണമോ? ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവൻ്റെ അഗ്നിജ്വാല പ്രകാശിക്കയില്ല. അവൻ്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടു പോകും, അവൻ്റെ ദീപം കെട്ടുപോകും. അവൻ ചുറുക്കോടെ കാലടി വയ്ക്കുന്ന സ്ഥലം ഇടുങ്ങിപ്പോകും, അവൻ്റെ സ്വന്തം ആലോചന അവനെ തള്ളിയിടും. അവൻ്റെ കാൽ വലയിൽ കുടുങ്ങിപ്പോകും, അവൻ കെണിയിന്മീതെ നടക്കും. പാശം അവൻ്റെ കുതികാലിന് പിടിക്കും, അവൻ കുടുക്കിൽ അകപ്പെടും. അവന് നിലത്ത് കുരുക്ക് മറച്ചു വയ്ക്കും, അവനെ പിടിപ്പാൻ പാതയിൽ വല ഒളിച്ചു വയ്ക്കും. ചുറ്റിലും ഘോരത്വങ്ങൾ അവനെ ഭ്രമിപ്പിക്കും, അവൻ്റെ കാലുകളെ തുടർന്ന് അവനെ വേട്ടയാടും. അവൻ്റെ അനർത്ഥം വിശന്നിരിക്കും, വിപത്ത് അവൻ്റെ അരികെ ഒരുങ്ങി നിൽക്കുന്നു. അത് അവൻ്റെ ദേഹാംഗങ്ങളെ തിന്നുകളയും, മരണത്തിൻ്റെ കടിഞ്ഞൂൽ അവൻ്റെ അവയവങ്ങളെ തിന്നുകളയും. അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്ന് അവൻ പറഞ്ഞു പോകും, ഘോര രാജാവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുപോകും. അവന് ഒന്നുമാകാത്തവർ അവൻ്റെ കൂടാരത്തിൽ വസിക്കും. അവൻ്റെ നിവാസത്തിന്മേൽ ഗന്ധകം പെയ്യും, കീഴെ അവൻ്റെ വേരുണങ്ങിപ്പോകും, മേലെ അവൻ്റെ കൊമ്പ് വാടിപ്പോകും. അവൻ്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും, തെരുവീഥിയിൽ അവൻ്റെ പേർ ഇല്ലാതാകും. അവനെ വെളിച്ചത്തു നിന്ന് ഇരുട്ടിലേക്ക് തള്ളിയിടും, ഭൂതലത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയും. സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലാതിരിക്കും, അവൻ്റെ പാർപ്പിടം അന്യനു പോകും. പശ്ചിമവാസികൾ അവൻ്റെ ദിവസം കണ്ട് വിസ്മയിക്കും, പൂർവ്വ ദിഗ്വാസികൾക്ക് നടുക്കം പിടിക്കും. നീതികെട്ടവൻ്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു, ദൈവത്തെ അറിയാത്തവൻ്റെ ഇടം ഇവ്വണ്ണം തന്നെ.